അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നബിയുടെ അടുത്തു വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇരുന്നു. പെട്ടെന്ന് ആകാശത്തിൽ നിന്നും വലിയ ശബ്ദത്തിൽ ഒരു സൗണ്ട് കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തേക്ക് നോക്കിയിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ആകാശത്തിൽ നിന്ന് ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അതിലൂടെ ഇതുവരെ ഭൂമിയിലേക്ക് വരാത്ത ഒരു മലക്ക് വന്നിരിക്കുന്നു. ആ മലക്ക് നബിയെ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ മലക്ക് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ആ സന്തോഷ വാർത്ത നിങ്ങൾക്കൽ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ല. ആ മലക്ക് അറിയിക്കുന്നു, നബിയെ, നിങ്ങൾക്ക് 2 നൂറ് കൊണ്ട്, 2 പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. ആ 2 പ്രകാശം നിങ്ങൾ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹു തആല നിങ്ങൾക്ക് അതിന് ഉത്തരം തരിക തന്നെ ചെയ്യും. അവിടുന്ന് ആ മലക്ക് വിശദീകരിക്കുന്നു, അതിൽ ഒന്ന് ഫാത്തിഹത്തുൽ കിതാബാണ്, ഫാത്തിഹ സൂറത്താണ്. മറ്റൊന്ന് ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്താണ്. ഈ 2 നൂറുകൾ നമ്മൾ കൃത്യമായി ഓതിയാൽ, ഒരു ഹർഫ് ഓതിയാൽ തന്നെ അല്ലാഹു തആല അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് എന്ന് ആ മലക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ, നമ്മൾ ഫാത്തിഹ സൂറത്ത്, ആ ബഖറയിൽ അവസാനത്തെ 2 ആയത്ത്, ആമന റസൂൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യേന പതിവാക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.